ഹായ് നമസ്കാരം. സിക്സർ ഫിഷിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സ്പെഷ്യൽ കോംബോ ഓഫർ തെരണ്ടിയുടെ ഇപ്പൊ നമ്മുടെ സീസൺ സമയമാണ് തെരണ്ടി അടിക്കുന്നതിന് വേണ്ടിയുള്ള. ഇനി ഒരു 2-3 മാസം നവംബർ ഡിസംബർ വരെയൊക്കെ നമുക്ക് നല്ലതുപോലെ തെരണ്ടി സീസൺ. ഞങ്ങളുടെ ഈ തീരത്ത് ഇപ്പൊ തെരണ്ടിയുടെ സീസണാണ്. നല്ല രീതി ഇപ്പൊ തന്നെ ഇന്നലെയൊക്കെ നല്ല രീതിയിൽ തെരണ്ടി അടിച്ച് ചെറിയ തെരണ്ടികളൊക്കെ ഇപ്പൊ ഹെവി ആയിട്ടുള്ള തെരണ്ടി അടിക്കാനും പറ്റിയ ഒരു ബെസ്റ്റ് റോഡ്. ഇപ്പൊ ഈ ഡീബാബോ റീല് ഞാൻ ഒത്തിരി വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡീബാബോയും ഈ ഷേക്സ്പിയറിന്റെ പവർ റോഡും കൂടെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെയായിട്ടും. ഇതിപ്പോ നമുക്കൊരു സെറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 5000. ഇത് 9 ഫീറ്റ് റോഡാണ്. ഇപ്പൊ അതിന്റെ 10 ഇത് മതി നമുക്ക്. എല്ലാത്തരം ഫിഷിങ് നമുക്ക് നല്ല പവറിൽ നല്ല ലെങ്തിൽ എറിയാൻ പറ്റും. ലെങ്തിൽ എറിയാൻ പറ്റുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഗൈഡ് കണ്ടോ, ഓപ്പൺ ഗൈഡ്. ഇതാണ് സർഫ് റോഡിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കുന്ന ഇതാണ്. ഗൈഡ് വലുതായിരിക്കും. വലിയ ഗൈഡ് ആകുമ്പോൾ ലൈൻ മാക്സിമം പുറത്തേക്ക് ദൂരം പോകും. നമുക്കൊരു 100-120 ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഉള്ള ഈ പവർ റോഡ്, അതുപോലെ തന്നെ മെഗാപിയുടെ 128 എന്ന് പറയുന്ന 128 പൗണ്ട് LB എന്ന് വെച്ചാൽ 55 കിലോ പവറുള്ള ലൈനൊക്കെ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് ഒരു ഹുക്ക്, തെരണ്ടിയുടെ ഹുക്ക് റിഗിങ് എല്ലാം ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് 5000 പ്ലസ് 100 റുപ്പീസ് സെൻഡിങ്. 5000 ആണ് ഇതിന്റെ ടോട്ടൽ വില. റീലും റോഡും ബ്രൈഡും എല്ലാം വിത്ത് ലൈൻ ഹുക്ക് സഹിതം, റിഗ്ഡ് ഹുക്ക് സഹിതം സെറ്റായി കിട്ടും 5000 റുപ്പീസിന്. ഇത് ഇതിന്റെ ആക്ഷൻ എന്ന് പറയേണ്ട കാര്യം മീഡിയം ഹെവി ആക്ഷൻ ആണ്. റോഡ് 125 ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട്. 25 LB ലൈൻ കപ്പാസിറ്റി പവർ ഉണ്ട്. ഇതിന്റെ 25 LB ആണെങ്കിലും 50 കിലോ ആണെങ്കിലും പിടിക്കണമെങ്കിലും പിടിക്കാം. അത് പിടിക്കുന്ന നേരം എടുക്കുകയാണെങ്കിൽ ഇരിക്കും. അതുപോലെ പിന്നെ എനിക്ക് ഒരു രഹസ്യമായ ഒരു സ്വകാര്യത പറയാനുള്ളത് ഇതെന്ന് പറയുന്നത്, എന്റെ ഈ ചാനൽ എന്ന് പറയുന്നത് ഒരു പൈസയ്ക്ക് വേണ്ടി ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാതെ വീഡിയോ എടുത്തിടുന്ന ഒരു സാധാരണ ഒരു ചാനലാണ്. ഇതിന്റെ അടിയിൽ കമന്റ് എഴുതുന്നവർക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന് അടിയിലല്ല കമന്റ് വേണ്ട. എന്റെ വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ വാട്സപ്പിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഈ എന്റെ യൂട്യൂബ് ചാനലിനകത്ത് 10-25,000 അതുപോലും ഞാൻ നോക്കിയിട്ടില്ല. 10-25,000 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അടിയിൽ കമന്റ് ഞാൻ വായിക്കാറില്ല, റിപ്ലൈ കമന്റും കൊടുക്കാറില്ല. നിങ്ങൾക്കിത് സാധനം ആവശ്യമാണെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പൈസ സമ്പാദ്യത്തിന് വേണ്ടിയുള്ളൊരു യൂട്യൂബ് ചാനലല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്റെ കസ്റ്റമർ കാണാനും അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയുള്ളൊരു ചാനലാണ്. അല്ലാതെ ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഞാനങ്ങനെ എന്റെ കടയിൽ ഫിഷിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പാണ് ഫിഷിംഗ് ഷോപ്പ്, സാധാരണ ഒരു ഫിഷിംഗ് ഷോപ്പ്. അതിന് എനിക്ക് 27-28 കൊല്ലം ആകുന്നുണ്ട് ഈ കാര്യത്തിലുള്ള അറിവ്. ഇത് മാത്രം. പിന്നെ ക്രിക്കറ്റ് കളിക്കും, അതുകൊണ്ടാണ് സിക്സർ എന്നുള്ള പേരും വന്നത്. അത് കുഴപ്പമില്ലാതെ ക്രിക്കറ്റും കളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളെ എനിക്കറിയാം. അപ്പൊ ഞാനിത് അടിയിൽ ചില കമന്റുകൾ എനിക്ക് ഫോർവേഡ് ചെയ്ത് കുറച്ച് പേര് തന്നു. ഇങ്ങനെ ഞാൻ ഉടായിപ്പാണ്, അതാണ് ഇതാണ് ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ആൾക്കാർ തിരക്കാതിരുന്നുകൊണ്ട് മൊബൈലിനകത്തിരുന്ന് ഞെക്കി എന്ത് വരുന്ന ആൾക്കാർ, അതൊന്നും കുഴപ്പമില്ല. ഒരാളെ മനസ്സിലാക്കാതെ പലത് വരുതായി. അതൊന്നും എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം വെച്ചാൽ എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനവും ഇല്ല. ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. എന്റെ കടയിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ അറിയാവുന്നവർ മേടിക്കും, അല്ലെങ്കിൽ വന്ന് മേടിക്കും. വിശ്വാസമുള്ളവർ പൈസ ഇട്ട് വന്നിട്ട് സാധനം കൊടുക്കുന്നവർ. ഒരു കംപ്ലൈന്റ് എന്ന് പറയാൻ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആകും. അത് എന്റെ കംപ്ലൈന്റ് കൊണ്ടല്ല, ഈ ട്രാൻസ്പോർട്ടേഷന്റെ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടോ അങ്ങനെയൊക്കെ കൊണ്ട് ഈ കൊറിയർ സർവീസുകാരുടെ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ താമസിക്കും. പിന്നെ ഇട്ടതിന്റെ വിറ്റേത്തെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ എപ്പോ എത്തി എന്ന് ചോദിക്കുന്ന ചെറിയ പിള്ളേരുണ്ട്. അവരടുത്തൊക്കെ നമ്മൾ പറയും അത് കിട്ടും, വെയിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്ക് അവിടെ ഓടിക്കൊണ്ടൊന്നും തരാൻ പറ്റത്തില്ല ഒരു സാധനം. നമ്മൾ അതിന്റെ പ്രോപ്പർ വേയിൽ സാധനം അയച്ചു കൊടുക്കും. 2 ദിവസം മാക്സിമം കേരളത്തിൽ എവിടെ ആണെങ്കിലും 2 ദിവസമാണ് അതിന്റെ ട്രാവൽ ടൈം. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ചുമ്മാതെ അടിയിൽ കയറി കമന്റ് ചെയ്യുക, അത് നമ്മുടെ നാട്ടിൽ കാരണത്തിൽ കാര്യമുണ്ട്. നമ്മൾ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കി മൊബൈലിലും കളിച്ച് ചുമ്മാതെ ശരീരം അധ്വാനിക്കാതെ ഇരുന്ന് കളിച്ചിരിക്കുന്ന കുട്ടികൾക്ക് എന്തും പറയാം. കുട്ടികളായാലും മുതിർന്നവരായാലും ആരായാലും. പക്ഷെ എനിക്കൊരു 50 വയസ്സായി. ഞാൻ വളർന്ന സാഹചര്യവും ഉപയോഗിച്ച ഇപ്പൊ 28 കൊല്ലം ഇതുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാ എന്റെ അറിവ് കൂടുതലും. അപ്പൊ അതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കമന്റ് എഴുതുന്നവരെഴുതിക്കോ. പക്ഷെ ആവശ്യമുള്ളവർ എന്റെ വാട്സപ്പിനകത്ത്, എന്റെ വാട്സപ്പ് നമ്പറിലോട്ട്, നമ്പർ ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പ് നമ്പറിനകത്ത് ഇത് വേണം, ഈ പ്രോഡക്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇടുക. ചെയ്യേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന പ്രോഡക്റ്റ് വേണം, പറ്റുന്നുണ്ടെങ്കിൽ ആ വീഡിയോ സെൻഡ് ചെയ്തിട്ട് ഇപ്പൊ ഈ തെരണ്ടിയുടെ ഈ കോംബോ സെറ്റ് വേണം എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഷേക്സ്പിയർ പവർ ടിപ്പിന്റെ പവർ റോഡിന്റെ പ്രോഡക്റ്റ് വേണമെന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ പറ്റും. ഇത്രയും കാര്യമുള്ളൂ. പൈസ ഇടുക, ഗൂഗിൾ പേയിൽ പൈസ ഇടുക. പൈസ ഇട്ട് എന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിനകത്ത് സ്ക്രീനായിട്ട് ഇടുക. അഡ്രസ് എഴുതി വെക്കുക, ഈ പ്രോഡക്റ്റ് വേണമെന്നും പറഞ്ഞ് സാധനം നമ്മൾ അയച്ചു തരും. ഒന്നുകൊണ്ടും പഠിക്കണ്ട, അതാണ് നമ്മുടെ തൊഴിൽ.
ഒരു ദിവസം 10-20 പേർക്കെങ്കിലും മിനിമം നമ്മൾ സാധനം അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസക്കേടൊന്നും വേണ്ട. ആവശ്യമുള്ളവർ, ഫിഷിങ്ങിനെ കുറിച്ച് അറിയേണ്ടവര്, എനിക്കറിയാവുന്ന എന്ത് കാര്യങ്ങളും എല്ലാം ഇതും ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യം, ഈ ഫിഷിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വശങ്ങളുണ്ട്. റോഡിന്റെ ആക്ഷനെ കുറിച്ചോ, റോഡിന്റെ ലെങ്ത്, റീല്, ലൈൻ എങ്ങനെയൊക്കെ ദൂരം പോകും, എങ്ങനെയൊക്കെയുള്ള അതിന്റെ അറിവുകളൊക്കെ നമുക്ക് വന്നാൽ പറഞ്ഞു തരും. കാരണം വീഡിയോക്കകത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോക്കകത്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വീഡിയോക്കകത്ത് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, അതും ഞാൻ പറയുന്നുള്ളൂ. എനിക്കെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല, ഒരു എഡിറ്റിങ്ങും ഇല്ല, ഈ വീഡിയോക്കകത്ത് ഒരു എഡിറ്റിങ്ങും ഇല്ല, കാര്യങ്ങൾ സംസാരിക്കുന്നതേ ഉള്ളൂ. അത് കേട്ട് മനസ്സിലാക്കാൻ കാര്യമുള്ളവർ മനസ്സിലാക്കുക. അല്ലാതെ കയറി ഈ പൊങ്കാല ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പൊങ്കാലയ്ക്ക് ഞാൻ മറുപടി തരുന്നില്ല. അപ്പൊ കാര്യമൊന്നുമില്ല അതിനകത്ത്. നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം മേടിക്കുക, ഫിഷിങ് ചെയ്ത് സന്തോഷിക്കുക, അത്രയും കാര്യമുള്ളൂ. അപ്പൊ ഇതിന് 5000 രൂപ എന്ന് വെച്ചാൽ ഡീബാവോ 9000 സീരീസ് റീല്, മെഗാപിയുടെ 128 LB ലൈൻ, പിന്നെ ഇതിന്റെ 9 ഫീറ്റ് ഷേക്സ്പിയറിന്റെ പവർ റോഡ് 9 ഫീറ്റ് റോഡ്, പിന്നെ അതിന്റെ ലോക്കും സ്നാപ്പും ഹുക്ക് കെട്ടി എല്ലാം ഇതുപോലത്തെ ഹെവി സിവിലൊക്കെ കാണും, എല്ലാം കെട്ടി സെറ്റാക്കി ഹുക്കെല്ലാം റിഗ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഡെസ്റ്റിനേഷനിലെത്തും, അടുത്തുള്ള കൊറിയർ ഓഫീസിലെത്തും. അവിടെ പോയി കളക്ട് ചെയ്യണം. അവിടെ പോയി അവർ മാക്സിമം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലെത്തും. അവിടെ പോയി കളക്ട് ചെയ്യണം. അല്ല ഹോം ഡെലിവറി, അതൊക്കെ 500 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് വിൽക്കുന്നവർക്ക് ഹോം ഡെലിവറി ചെയ്യാം, ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം, എന്തും ചെയ്യാം. അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്ന് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് നഷ്ടമാണ്. നിങ്ങൾക്ക് ഇപ്പൊ സാധനം വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും 300 രൂപ ഒരു കാര്യമില്ലാതെ പോകും. അപ്പൊ എനിക്ക് ഇതിനകത്ത് ചെറിയ വരുമാനം ഇതിനകത്തുള്ളൂ, ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ചെറിയ വരുമാനമേ ഉള്ളൂ ഈ പ്രോഡക്റ്റ് വിറ്റാൽ കിട്ടുന്നത്. അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇതിനകത്തില്ല. പൈസ ഇട്ട് വിശ്വാസമുള്ളവർ മേടിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം പ്രോഡക്റ്റ് അവിടെ വന്ന് വേണ്ടാന്ന് റിജക്ട് ചെയ്യുകയാണെങ്കിൽ സാധനം തിരിച്ചു വരുന്നതിന് കുറെ ചിലവുണ്ട്. അപ്പൊ ഒരു കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനൊന്നും എനിക്ക് സമയമില്ല, പൈസ ഇല്ല കളയാനായിട്ട്. അപ്പൊ വിശ്വാസത്തോടെ മേടിക്കാൻ പറ്റില്ല. സാധനം അവിടെ എത്തി എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചയക്കാം, അതും പറയണം. എല്ലാം കാരണം അത് വന്ന് എന്തെങ്കിലും ഗൈഡ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ സാധനം എന്തെങ്കിലും ഡാമേജ് ആയിട്ടിരിക്കുന്നു, നമുക്ക് റിട്ടേൺ എടുക്കും, അതൊന്നും കുഴപ്പമില്ല. ഇനി അവിടെ ചെന്ന് നിങ്ങൾക്ക് തിരിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ പേയ്മെന്റ് ചെയ്ത് തിരിച്ചയച്ചു തന്നാൽ വേണ്ട, പൈസ കുറച്ച് തരും. പക്ഷെ നിങ്ങൾ റിട്ടേൺ ചാർജും ഞാൻ അങ്ങോട്ട് ഇട്ടതിന്റെ സാധനത്തിന്റെ പൈസ എനിക്ക് തിരിച്ചു തന്നാൽ മാത്രമേ ഈ സാധനം റിട്ടേൺ എടുക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ആവശ്യത്തിന് മേടിച്ചിട്ട് ഈ സാധനം തന്നെ ആയിരിക്കണം. നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അല്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. പിന്നെ 1500 രൂപയ്ക്ക് കൊടുക്കുന്ന റോഡുകളിൽ സോളിഡ് ഫൈബർ റോഡുകളാണ് വരുന്നത്. അതിനകത്ത് ആവറേജ് ഇപ്പൊ റോഡുകളെല്ലാം ഒരേപോലെ ബ്രാൻഡ് നെയിം മാറുന്ന മുമ്പ് പ്രോഡക്റ്റിന്റെ മെറ്റീരിയൽ ഒന്നും മാറുന്നില്ല. ആ വിശ്വാസത്തിലാണ് ചിലരൊക്കെ എന്റെ വീഡിയോ കണ്ടവർ പല കിട്ടിയ സാധനങ്ങളൊക്കെ വ്യത്യാസം കാണും. ചിലപ്പോൾ നമ്മള് ലുക്കാന റെയിൻബോ റോഡിന് പകരം ലുക്കാന ക്രിസ്റ്റൽ ക്ലിയർ ഇടാം. അതെല്ലാം ഒരേ കാറ്റഗറി തന്നെ. അതിനകത്ത് വലിപ്പ വ്യത്യാസവും അതിനകത്തുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും വേണ്ട. സോളിഡ് ഫൈബർ റോഡുകളെല്ലാം ഒരേപോലുള്ള പ്രോഡക്റ്റുകളാണ്, ഒരേ മെറ്റീരിയൽ ചെയ്യുന്ന, ജസ്റ്റ് പേര് മാറുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത്തരം റോഡുകൾ ഇത് ഹെവി ആയിട്ടുള്ള നല്ല വില കൊടുത്ത് മേടിക്കുന്ന റോഡുകളിലാണ് ഇതിന്റെ ആക്ഷൻ, പിന്നെ കാർബൺ അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ വില വ്യത്യാസം വരുന്നതനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒന്നും മാറ്റമില്ല, കറക്റ്റ് സാധനങ്ങൾ കിട്ടും. 1500 രൂപയുടെ റോഡുകളെല്ലാം സോളിഡ് ഫൈബർ റോഡുകളെല്ലാം ചെറിയ ബ്രാൻഡ് നെയിം ഒക്കെ മാറും. ചിലപ്പോൾ ഹവാസിന്റെ നമ്മൾ ചെയ്യുന്നുണ്ട്, ലുക്കാന ചെയ്യുന്നുണ്ട്, പിന്നെ കൊക്കലൈൻ എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റ് എല്ലാം ആവറേജ് 1000 ബേസിക് മോഡൽ ചിൽഡ്രൻ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഒത്തിരി കോംബോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബേസ് മോഡലുകളിൽ 1500 ചില ബ്രാൻഡുകളൊക്കെ മാറും ചിലപ്പോൾ. അതും വിശ്വാസമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കത്തുള്ളൂ. അപ്പൊ ഞാൻ കുറെ സംസാരിക്കേണ്ട കാര്യമുള്ളത് കൊണ്ട് സംസാരിക്കുന്നേ ഉള്ളൂ. എന്നെ വിശ്വസിക്കുന്നവരറിയാം, എനിക്കറിയാം, എന്റെ കടയിൽ വരുന്നവർക്കറിയാം ഞാൻ എന്താണെന്ന്. ഒരു ദിവസം 10-100 പേർക്കെങ്കിലും ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട്. മിനിമം ചൂണ്ട കെട്ടിക്കൊടുക്കും. ചൂണ്ടയ്ക്ക് എന്തൊക്കെ വേണമോ, എന്തൊക്കെ ചെയ്യണമോ, ഒരു ഫിഷിങ്ങിന് വേണ്ട എന്റെ കടയിൽ വന്ന് എന്നെ കേൾക്കുന്നവർക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ള. കടയിൽ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും കിട്ടും. കടയിൽ വരുന്നവർക്കുള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അറിയാൻ വയ്യാത്തവർക്ക് എന്തെല്ലാം അറിയണോ, ഫിഷിങ്ങിനെ കുറിച്ച് അറിയണോ, അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് കടലിൽ പോയി ചൂണ്ടയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇത്രയും സാഹചര്യം ഞാൻ പറയേണ്ടി വന്ന ഒരു കമന്റാണ്. അപ്പൊ ആ കമന്റിന് മറുപടി ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, അല്ല ആ കമന്റിന്റെ അടിയിൽ കയറി ഞാനൊന്നും എഴുതത്തില്ല. ഒരു കമന്റും ഞാൻ നോക്കാറില്ല. ആവശ്യക്കാരെന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പര് 9496262571. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് കിട്ടും. എന്താ വേണ്ടത് നിങ്ങൾ മെസ്സേജിനകത്ത് ഇടുക. സാധനം നിങ്ങൾക്ക് വിത്തിൻ 2 ഡേയ്സിൽ ഡെലിവറി ആകും. സാധനം നിങ്ങളുടെ
അടുത്തുള്ള ഡെസ്റ്റിനേഷനിൽ കിട്ടും. ഫിഷിംഗ് ചെയ്യാൻ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.